മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിനായി നാം ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങിയ ക്ഷമ എന്ന പുണ്യത്തെ പറ്റിയാണ് നാം ഇന്ന് ധ്യാനിക്കുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ക്ഷമ എന്ന പുണ്യത്തെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ അമ്മ കടന്നുപോയ സഹനങ്ങളെ കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ ക്ഷമയോടുകൂടി സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിനേക്കാൾ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെയാണ് പരിശുദ്ധ അമ്മ കടന്നുപോയത്. ആ സഹനത്തിന്റെ പാരമ്യത എന്ന് പറയുക കാൽവരി മലയുടെ നെറുകയിലാണ്. തന്റെ പുത്രൻ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മധ്യത്തിൽ ആണികളാൽ തൂങ്ങപ്പെട്ട് മരിച്ചപ്പോഴും എല്ലാം ക്ഷമയോടുകൂടി സഹിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ, സങ്കടങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവയിൽ തളർന്നു പോകാതെ ക്ഷമയോടുകൂടി അവയെ സ്വീകരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമയോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരുന്നു. പ്രിയമുള്ളവരെ, ക്ഷമയെന്ന ഈ പുണ്യം അഭ്യസിക്കുവാനുള്ള നമ്മുടെ പരിശ്രമങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും എന്നും നമുക്ക് കൂട്ടായിരിക്കട്ടെ. അതിനായി നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.